നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 30 സെക്കൻഡിന്റെ ഒരു ട്രിക്ക് ഉണ്ട്. ഈ ട്രിക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും വേണ്ട, പക്ഷെ ഭക്ഷണം കഴിക്കുന്ന രീതിയിലും ക്രമത്തിലുള്ള ഒരു മാറ്റം, അതാണ് ഇതിന്റെ പ്രത്യേകത. ജപ്പാൻകാർ വർഷങ്ങളായിട്ട് ഈ ട്രിക്ക് വളരെ വിജയകരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം തന്നെ ഒരുപാട് കൊളസ്ട്രോൾ സ്വയം ലിവർ വഴി ഉണ്ടാക്കുന്നുണ്ട്. പല ആളുകളുടെയും രക്തത്തിലെ കൊളസ്ട്രോൾ കൂടാനുള്ള കാരണം ഭക്ഷണത്തിൽ നിന്നുള്ള കൊളസ്ട്രോൾ അല്ല, പക്ഷെ ശരീരം ഉണ്ടാക്കുന്ന കൊളസ്ട്രോൾ ആണ്. നമ്മുടെ ഈ ട്രിക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ശരീരം ഇങ്ങനെ സ്വയം ഉണ്ടാക്കുന്ന കൊളസ്ട്രോളിന്റെ അളവ് എങ്ങനെ ആ പ്രൊഡക്ഷൻ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിയും. പലപ്പോഴും നമ്മൾ അരിയാഹാരവും കാർബോഹൈഡ്രേറ്റും കഴിക്കുമ്പോൾ രക്തത്തിൽ ഇൻസുലിന്റെ അളവ് കുത്തനെ കൂടുകയാണ്. ഇങ്ങനെ ഇൻസുലിന്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ ലിവറിനോട് പറയാണ് കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സംഭവം എങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും, അതിന് ഈ ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. ഇത് ഒരു ഉദാഹരണത്തിലൂടെ ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. നമ്മുടെ ശരീരം കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണെന്ന് വിചാരിക്കാം. ഈ ഫാക്ടറിയിലേക്ക് കൊളസ്ട്രോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ വേണം. ഈ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് ആദ്യം കാർബോഹൈഡ്രേറ്റ് ആണ് ചെല്ലുന്നതെങ്കിൽ കൊളസ്ട്രോളിന്റെ പ്രൊഡക്ഷൻ ഫാക്ടറി കൂട്ടാണ്. നേരെ മറിച്ച് ആദ്യം ചെല്ലുന്നത് പ്രോട്ടീനോ ഫൈബറോ ആണെങ്കിൽ ഫാക്ടറിയിൽ കൊളസ്ട്രോൾ ഉണ്ടാവുന്നതിന്റെ അളവ് കുറയുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ ട്രിക്കിന്റെ പിന്നിലുള്ള ശാസ്ത്രം. ഇനി നമുക്ക് ഈ ട്രിക്കിലേക്ക് കടക്കാം. ഇത് ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ക്രമത്തിലുള്ള ഒരു മാറ്റം വരുത്തലാണ്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആദ്യത്തെ 30 സെക്കൻഡിൽ നമ്മൾ ഫൈബർ അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കണം. എന്ന് വെച്ചാൽ വേവിക്കാത്ത പച്ചക്കറികള്, സാലഡുകള്, ഹൈ ഫൈബറുള്ള എന്ത് ഭക്ഷണം, ഇത് ആദ്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിൽ പ്രൊട്ടക്റ്റീവ് ലെയർ കൊടുക്കുന്ന പോലെയാണ്. അടുത്ത സ്റ്റെപ്പായിട്ട് അടുത്ത 30 സെക്കൻഡിൽ നമ്മൾ കഴിക്കേണ്ടത് പ്രോട്ടീൻ കൂടിയ ഭക്ഷണമാണ്. അതിൽ ചിക്കൻ, ഫിഷ്, ഇറച്ചികള്, കടല, പയറ്, ബീൻസ് ഇതെല്ലാം കഴിച്ചു കഴിയുമ്പോൾ ശരീരത്തിനകത്തേക്ക് ഒരു സിഗ്നൽ പോവാണ്, കൊളസ്ട്രോളിന്റെ ഉൽപാദനം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽ. മൂന്നാമതായിട്ട് നമ്മൾ അടുത്ത 30 സെക്കൻഡിൽ കഴിക്കേണ്ടത് ഫാറ്റ് ആണ്. നല്ല ഫാറ്റ്, ഒലിവ് ഓയിൽ പോലെ, അവക്കാഡോ പോലെ, നട്ട്സ് പോലെ. ഇത് ഉള്ളിൽ ചെല്ലുമ്പോൾ ദഹനത്തിന്റെ സ്പീഡ് കുറയാണ്, അതുപോലെ തന്നെ ഇൻസുലിന്റെ സ്പൈക്കുകൾ കുറയാണ്. ഇങ്ങനെ ഈ 3 സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം നാലാമതായിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഭക്ഷണത്തിലേക്ക് തിരിയേണ്ടത്. അരി ഭക്ഷണം കഴിക്കേണ്ടത്, ചോറ് കഴിക്കേണ്ടത്. ഇനി പലർക്കും വരാവുന്ന പല സംശയങ്ങളുണ്ട്. ഒന്ന്, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്കിലൂടെ കൊളസ്ട്രോൾ കുറക്കാൻ പറ്റും? തീർച്ചയായിട്ടും. പഠനങ്ങൾ കാണിക്കുന്നത് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ 40% കൊളസ്ട്രോളിന്റെ പ്രൊഡക്ഷൻ കുറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ കാര്യം എന്താണ്? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ് ആദ്യം കഴിക്കുമ്പോൾ ഇൻസുലിന്റെ അളവ് കുത്തനെ കൂടുകയും ഈ ഇൻസുലിൻ ലിവറിനെ കൊണ്ട് കൂടുതൽ കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. എന്നാൽ ആദ്യം ഫൈബറും പ്രോട്ടീനും കഴിക്കുമ്പോൾ GLP-1 എന്ന് പറയുന്ന ഒരു ഹോർമോൺ വരുന്നത് കാരണം കൊളസ്ട്രോളിന്റെ പ്രൊഡക്ഷൻ അവിടെ തടയപ്പെടുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന രാവിലെ സമയത്താണ് ഈ ഒരു മെത്തേഡിന്റെ ഏറ്റവും വലിയ മെച്ചം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, തലേ ദിവസം രാത്രിയാണ് ലിവർ ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പകൽ സമയത്ത് കൊളസ്ട്രോളിന്റെ കുത്തൊഴുക്ക് നമുക്ക് ഒറ്റയടിക്ക് തടയാൻ വേണ്ടിയിട്ട് സാധിക്കും.